ലോകമച്ചമാരെ എസ് ന്യൂസിലേക്ക് സ്വാഗതം. ഉണ്ണിമുകുന്ദൻ നായകനായി എത്തിയ ഏറ്റവും പുതിയ ചിത്രമാണ് മാർക്കോ. മാർക്കോ ഇപ്പോൾ തരംഗമായിരിക്കുകയാണ്. ഇന്ത്യ മുഴുവനായും സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രകമ്പനം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യ ദിനങ്ങളിൽ കേരളത്തിൽ സ്ഫോടനമായ സിനിമ പിന്നീട് നമ്മൾ കാണുകയുണ്ടായി. ക്രിസ്മസ് സീസണിൽ ഇറങ്ങിയ വമ്പൻ സിനിമകളെ പോലും അട്ടിമറിച്ചുകൊണ്ട് കുതിക്കുന്ന ഒരു കാര്യം. മോഹൻലാലിൻ്റെ ബറോസ് പോലെയുള്ള ചിത്രങ്ങൾ വന്നിട്ട് പാടെ അടിച്ച് താഴെയിട്ട് ഈ സിനിമ മുന്നോട്ട് പോകുന്ന കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. കേരളത്തിൽ നിന്ന് മാത്രമേ ഈ സിനിമ ഇതുവരെ നേടിയിരിക്കുന്നത് 35 കോടിക്ക് മുകളിലാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകൾ. റെസ്റ്റ് ഓഫ് ഇന്ത്യ അതേപോലെ തന്നെ നോർത്ത് ഏരിയയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യ ദിനങ്ങളിൽ വലിയ മെച്ചമൊന്നും സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ല. വെറും 20,000 രൂപ കളക്ഷനിൽ തുടങ്ങിയ സിനിമ പക്ഷേ ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ അവിടെ ഒരു മറിമായം അല്ലെങ്കിൽ ഒരു വലിയ പൊട്ടിത്തെറി തന്നെ നടത്തിയിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ആദ്യ ആഴ്ചയിൽ 20,000-ൽ തുടങ്ങി അവസാനിച്ചത് 29 ലക്ഷം രൂപ മാത്രം. ശരാശരി ഒരു മലയാള സിനിമയ്ക്ക് നേടുന്ന ഒരു കളക്ഷൻ മാത്രം. അവിടെ പറഞ്ഞു മലയാള സിനിമയ്ക്ക് കൂടി വന്നാൽ ഈ ഒരു സിനിമ 50 ലക്ഷം രൂപ വരെയൊക്കെ കവർ ചെയ്യും. പക്ഷേ തൊട്ടടുത്ത ദിവസമായ 8-ാം ദിവസം കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ തന്നെയായിരുന്നു. 25 ലക്ഷം രൂപയാണ് സിനിമയുടെ അന്നത്തെ കളക്ഷൻ. അങ്ങനെ 8 ദിവസങ്ങൾ പിന്നിടുമ്പോൾ സിനിമ 50 ലക്ഷം കഴിയുന്നു. കണ്ണു തള്ളിപ്പോവുകയായിരുന്നു ഉണ്ണിമുകുന്ദൻ എതിരാളികൾക്ക്. ഒപ്പം നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെയൊരു സിനിമ വിജയിക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിന് അവർ തന്നെ നൽകിയ മറുപടി വേറെയൊന്നുമല്ല, ഞങ്ങളുടെ ഏരിയയിൽ ഇറങ്ങിയിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച സിനിമയാണ്, അതായത് ഇപ്പോൾ ഹിന്ദിയിൽ ഓടുന്നതിൽ വെച്ച് അതിലും മികച്ച സിനിമയാണ് എന്നുള്ളതാണ് അവരുടെ മറുപടി. അതുകൊണ്ട് തന്നെ തിയേറ്ററുകൾ കൂടുന്ന ഒരു കാര്യം. ഇന്നലെ 9-ാം ദിവസം സിനിമ അതിലും ഞെട്ടിക്കുന്ന കളക്ഷനായിരുന്നു. 8 ദിവസത്തെ കളക്ഷൻ്റെ മുകളിലേക്കുള്ള കളക്ഷൻ, അതായത് ഇന്നലെ മാത്രം സിനിമ നേടിയത് 70 ലക്ഷം രൂപ ആണ്. അതായത് 9 ദിവസം കൊണ്ട് 1,24 ലക്ഷം രൂപ. അങ്ങനെ ഒരു ഇന്ത്യൻ സിനിമയിൽ മലയാള സിനിമ ഹിന്ദിയിൽ പോയി നേടുന്ന കളക്ഷൻ്റെ 3 ഇരട്ടി. പൃഥ്വിരാജിൻ്റെ ഏറ്റവും പുതിയ സിനിമയുടെ കളക്ഷൻ 43 ലക്ഷം രൂപയായിരുന്നു ആടുജീവിതം എന്ന സിനിമയുടെ. അതാണ് കവർ ചെയ്തിരിക്കുന്നത്. അതായിരുന്നു ഒരു മലയാള സിനിമയുടെ ഏറ്റവും ഉയർന്ന ഹിന്ദി കളക്ഷനും. ഇന്ന് സിനിമ 10-ാം ദിവസം നമുക്ക് കാണാൻ കഴിയുന്നത് 1 കോടിക്ക് മുകളിലായിരിക്കും. 500-ന് മുകളിലുള്ള ഷോകളാണ് സിനിമയ്ക്ക് എക്സ്ട്രാ ആയി ആഡ് ചെയ്തിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിലേക്ക് കടക്കുകയാണെങ്കിൽ സിനിമ ഇതിനോടകം തന്നെ 5.5 കോടിക്ക് മുകളിലാണ് 9 ദിവസത്തെ കളക്ഷനായി വന്നിരിക്കുന്നത്. അതിൽ മലയാളം പതിപ്പിന് 4.5 കോടിയും അതേപോലെ തന്നെ ഹിന്ദി പതിപ്പ് നേടിയിരിക്കുന്ന 1,35 ലക്ഷം രൂപയുമാണ്. അങ്ങനെ 5.5 കോടിയാണ് സിനിമയ്ക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കളക്ഷനായി വന്നിരിക്കുന്നത്. ഇതിനോടകം തന്നെ സിനിമ 70 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു സക്സസ്സിലേക്ക് പോകുന്നു. വരുന്ന ആഴ്ചകളിൽ സിനിമ നോർത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രമായി 10 കോടിക്ക് മുകളിലേക്ക് കയറും. ഒരുപക്ഷെ 25 കോടി കവർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ്. അങ്ങനെ നടക്കട്ടെ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്തണം. താങ്ക് യു ബ്രോസ്.